നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ മെയിനായിട്ട് ഫങ്ഷൻ വെയർ സാരികളാണ്. അതിനകത്ത് സെമി സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് ഉണ്ട്, ഡിസൈനർ ബ്ലൗസ് വരുന്ന സാരി, പിന്നെ നെറ്റ്കോട്ടയുടെ സാരി, ഈസ്റ്റർ സ്പെഷ്യൽ ഒരു 2 സാരി. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈസ്റ്റർ സ്പെഷ്യൽ, വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയുടെ മാത്രമായിട്ടൊരു വീഡിയോ ശനിയാഴ്ച രാവിലെ 10:30 അല്ലെങ്കിൽ 11 മണിക്ക്, ഈ 2 സമയത്തിനുള്ള ഏതെങ്കിലും 10:30 കൃത്യമായിട്ടൊരു സമയം പറയാതിരിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. എന്നാലും നോട്ടിഫിക്കേഷൻ വരുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക്. ഈ സമയത്തുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ കാണുക. കാരണം ഈസ്റ്റർ സ്പെഷ്യലും വിഷു സ്പെഷ്യലും മാത്രമാണ് ഇതിനകത്ത്. ഇത് അങ്ങനെ ഒരു ഇതിൽ ചെയ്യാമെന്ന് വെച്ചു, നമ്മുടെ ആ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു ടൈപ്പ് സാരികൾ. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ സെമി സിൽക്ക് സാരി, സോഫ്റ്റ് സിൽക്ക് സാരി, വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അടിപൊളി സാരി കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ സാരികളോട് എല്ലാവർക്കും ഭയങ്കര പ്രിയമാണ്. കാരണം കുറച്ച് കാണിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻസ് ഉള്ള സാരിക്ക് നല്ല പ്രിയമാണ് ആൾക്കാർക്ക്, എല്ലാവർക്കും അത് ഭയങ്കര താല്പര്യമാണ്. ഉണ്ടോ, ഇതാണ് ആദ്യത്തെ സാരി. ഡാർക്ക് പർപ്പിൾ വിത്ത് ഡാർക്ക്, ഇത് ലൈറ്റ് കുറവുണ്ട് ഇവിടെ, ഉണ്ടോ എനിക്ക് തോന്നുന്നാണോ? ഡാർക്ക് പർപ്പിൾ വിത്ത് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ. മുന്താണി വന്നിട്ട് പീക്കോക്ക് ബ്ലൂ, ബോഡി വന്നിട്ട് ഇങ്ങനെ ഡാർക്ക് പർപ്പിളുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഡിസൈൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഡിസൈനുണ്ട്, അല്ലാതെ നിറച്ചുള്ളൊരു ഡിസൈനുള്ള. ആ നിറച്ചുള്ള ഡിസൈന് ഭയങ്കര ഡിമാൻഡ് കൂടുതലായി. ഇപ്പോൾ വേറൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ അതിന് നല്ലൊരു ഫങ്ഷൻ ടച്ച് തരും. അതാണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു എന്നാ പറയുക, ഒരു എടുപ്പ് ഭയങ്കരമായിട്ട് തോന്നിക്കും. നമ്മൾ പ്ലെയിനിൽ ബുട്ടായുള്ളത് അത് വേറൊരു ഭംഗി, ഇത് വേറൊരു ഭംഗി. അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡാണ് ഇങ്ങനെ, കണ്ടുവരുന്ന ട്രെൻഡല്ല, കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ബോഡിയിലൊരു ഡിസൈൻസ് ഉള്ളതിനോട് ഭയങ്കര ആൾക്കാർക്ക് ഒരു താല്പര്യം. ബ്ലൗസ് ഇത് പ്ലെയിൻ വന്നിട്ട്, ഇങ്ങോട്ട് കാണിക്കാമോ, ഇതെല്ലാം കൂടെ പൊക്കാൻ വയ്യ. പ്ലെയിൻ വന്നിട്ട് കയ്യേലി ഒരു ബോർഡർ, ഇതാണ് ബ്ലൗസ്. അതായത് മുന്താണിക്കുടെ സെയിം കളറ് ബ്ലൗസ്, എന്നിട്ട് കയ്യെ ബോർഡറും കൂടി ആയിട്ട് ബോഡി ഇങ്ങനെ ഇരിക്കും. മുന്താണി ഇത് ഇങ്ങനെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, നമുക്ക് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്, നല്ല പാർട്ടി ടച്ചുമാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ല സാരി. ഇതിപ്പോൾ പർപ്പിളും വിത്ത് ബ്ലൂ. ഇനിയിപ്പോൾ ഈ അടുത്തത് അതിൻ്റെ നേരെ കോൺട്രാസ്റ്റ്, ഇത് കണ്ടോ, നല്ല തിരിഞ്ഞ് ബോഡിക്ക് ആ ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, ഒരു രാമാഗ്രീൻ്റെ ഡാർക്ക് കളറൊക്കെ അങ്ങനെയാണ്, ബ്ലൂ അല്ല, ബ്ലൂം. ബ്ലൂവിന് വട്ടമിട്ടാൽ ബ്ലൂം, കണ്ടോ, അത് നേരെ തിരിച്ച്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നേരെ തിരിഞ്ഞു വന്നു, ബോഡി ഈ കളർ വന്നു, മുന്താണി അപ്പം പർപ്പിൾ വന്നു, ബ്ലൗസ് അപ്പം ഏതായിരിക്കും, പർപ്പിൾ. നല്ലല്ലേ, അടിപൊളി സാരിയാണ്. വിലയും കൂടെ വെച്ച് നോക്കണം, നമുക്ക് ഫങ്ഷനൊക്കെ ഉടുക്കാനും നല്ല ഒരു ഗ്രാൻഡ് ലുക്കുണ്ട്. അതാ പറഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ ഓർക്കുവേ ഇങ്ങനെ സാരികളൊക്കെ കാണുമ്പോഴേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാഞ്ചീപുരത്തിൻ്റെ സാരികൾ, അങ്ങനത്തെ സാരികൾക്കൊക്കെ എന്തോരം റേറ്റ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ കാഞ്ചീപുരത്തിൻ്റെ ഒക്കെ കോപ്പിയാണ് ഒക്കെ, നല്ല കാലം ഇതൊക്കെ അല്ലേ. സഫയർ ഗ്രീൻ, ഈ കളർ തന്നെയാണോ വീഡിയോയിൽ കാണുമ്പോൾ? പിന്നെ എന്നാ കളറാ, ബ്ലൂ ആണോ? ഇത് ഗ്രീനാണേ അല്ലേ, സഫയർ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. നല്ല കളറാണ് കേട്ടോ, നല്ല കളറാണ്. മുന്താണി വന്നിട്ട് പർപ്പിൾ, ഇപ്പോൾ ബ്ലൗസും പർപ്പിൾ. ഇതാ പർപ്പിൾ വിത്ത് പ്ലെയിൻ പർപ്പിൾ വിത്ത് ബോർഡർ കയ്യേല് സാരി. ഇത് വന്നിട്ട് പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ. പീക്കോക്ക് ബ്ലൂ വിത്ത്, ഇതിപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ലെയർ പിടിച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു വെയിറ്റ് ഫീല് തോന്നും, പക്ഷേ വെയിറ്റ് ഇല്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഞാനിങ്ങനെ ഇതുണ്ട്, ഫോൾഡിങ് മാറിപ്പോകാതിരിക്കാനുള്ള കസർത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൾഡിങ് മാറിയാലേ അത് മടക്കുമ്പോൾ പിന്നെ അതൊരു
ശരിയാകത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഉണ്ടോ ഇങ്ങനെ ഇരിക്കും ബോഡി. ഇതിൻ്റെ വന്നപ്പോൾ ബോഡിയിലെ ഡിസൈൻ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ മുമ്പേ ഒരു ലീഫ് ഡിസൈൻ ആയിരുന്നു. അതിലൊന്നും വലിയ കാര്യങ്ങളേ ഇല്ല. ചിലർക്കൊക്കെ ഈ ഡിസൈനകത്ത് ഞങ്ങളൊക്കെ ഓർക്കും, എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അറിയത്തില്ലാഞ്ഞിട്ടാണോ ഇനി എനിക്കെന്ന് ഞാൻ എന്നിട്ട് ഓർക്കുവേ. ഒരു ഡിസൈൻ ഇപ്പോൾ ഇല പോലെ വന്നിട്ട് ഇലയിൽ ഇവിടെ ഇങ്ങനെ ഒരു എതള് ഒരു വരയും കൂടെ കാണും, 3-4. ആ വരയില്ലെങ്കിൽ ആ സാരി കൊള്ളത്തില്ലെന്ന് പറയും. അതെന്നെ കളിയാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒന്നും ഞാൻ നോക്കിയിട്ട് അതിനകത്തൊരു വ്യത്യാസമില്ല. ആ മൊത്തത്തിലുള്ള ഒരു ഗെറ്റപ്പ് അപ്പിയറൻസ് ഒന്നും മാറുന്നില്ല. ആ ഒരു വരയൊക്കെ കൊണ്ട് വരയും പുള്ളിയൊക്കെ ഇല്ലെന്നും പറഞ്ഞ് അതെന്നാണ് ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും അല്ലേ. മുന്താണി നേവി ബ്ലൂ, ബ്ലൗസ് വരുമ്പോൾ നേവി ബ്ലൂ വിത്ത് ബോർഡർ. സൂപ്പറാണോ മുന്താണി അല്ലേ? ആണോ? കോപ്പറാണേ മുന്താണിയുടെ. കയ്യിലും വരുന്നതും കോപ്പറാണ് കേട്ടോ, കോപ്പർ കളറാണ് ഇത്. ഇത് പിന്നെയും വേണ്ട ലീഫ് ഡിസൈൻ, അതിന് മാത്രം വേറൊരു ഡിസൈൻ അല്ലേ? അതിന് മാത്രം ഡിസൈൻ, ആ ഒരു ഡിസൈൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അത് എടുത്ത് പറയണേ. അതിലൊന്നും ഒരു എന്നാന്ന് വെച്ചാൽ അത് മിക്സായിട്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ ആ കൂടെ വന്ന സാരികൾ വേറെ കാണുമായിരിക്കും. അതിനകത്ത് ഒരു കാര്യവും ഇല്ല, യാതൊരു ഇമ്പോർട്ടൻസും ആ ഒരു ഡിസൈൻ ഇല്ല. ഇതാ ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് പിങ്ക് വിത്ത് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. എന്നിട്ട് ആ ബോട്ടിൽ ഗ്രീൻ്റെ ഈ മുന്താണിയെ കണ്ടോ? അത് ആ ഒരു ഡാർക്ക്, അതെല്ലാത്തിലും ഉണ്ട്. ഡാർക്ക് പിങ്കിൻ്റെ ഇങ്ങനെ ഓരോ ഇത് മൊത്തം വീവിങ് പോയേക്കുന്നുണ്ടോ ഇങ്ങനെ ആ ഒരു ഇത് നല്ലൊരു ഭംഗിയല്ലേ ഇത്. ബ്ലൗസ് വരുമ്പോൾ ഇതാ ബ്ലൗസ്. നേവി ബ്ലൂ വിത്ത് ഡാർക്ക് മെറൂൺ. ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി കനം തോന്നിക്കുന്ന കേട്ടോ. കനമില്ല കേട്ടോ, ഇതുണ്ടോ ഒട്ടും കനമില്ല. ഇതിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ അടുക്കി എൻ്റെ ശരീരത്ത് കിടക്കുന്നത് കൊണ്ടാണ് കനം ഫീൽ ചെയ്യിക്കുന്നത്. കനമില്ല, സോഫ്റ്റ് സിൽക്കാണ്. കണ്ടോ? ബ്ലൗസ് വന്നിട്ട് മെറൂൺ. യെല്ലോ. ഇനി നമ്മൾ കാണിച്ചിട്ടുള്ള ഇനി വേറെ സാരി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സാരി കൂടെ കാണിക്കാം. റീസ്റ്റോക്ക് വന്നതാണേ. അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് ഞാൻ നൂർത്ത് കാണിക്കേണ്ട കാര്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ കഴിഞ്ഞ ദിവസം ഒത്തിരി പേരത് ചോദിച്ചിട്ട് കുറേ പേർക്ക് കിട്ടാതെ പോയി. ഞാൻ ഇനി ഇത് വരുത്തുന്നില്ലെന്ന് ഓർത്താൽ അത് പിന്നെയും വരുത്തി. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനിത് 3-4 തവണ ആയതുകൊണ്ട് ഇതിനും വേണ്ടി ഈ ഒരു സാരിക്ക് വേണ്ടി മാത്രം ഒറ്റ ഒരു വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി എത്രയാണെന്ന് അറിയത്തില്ല, അത്രയും എണ്ണം പോയി. അപ്പം ഞാനോർത്ത് ഇനിയിപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നോർത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക ആ സാരി അതെടുത്തിട്ട് അതുണ്ടോ എന്ന്. അതുകൊണ്ട് ഇതിപ്പോൾ റീസ്റ്റോക്ക് വരുത്തിയതാ. 30 പീസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 30 പീസും കൂടെ ഉള്ളൂ ഇതിന്. ഇനി കിട്ടത്തില്ല, അത് ഫൈനലാണ്. കാരണം തൂത്തുവാരി ഞങ്ങൾ എടുത്തത്. അപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി ഇതാദ്യമായിട്ട് കാണുന്നവരായതുകൊണ്ടല്ലോ. ഇത് ഈ മഞ്ഞയും പച്ചയും വിഷു വരുന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ തന്നെ മഞ്ഞയ്ക്കൊരു ഭയങ്കര ഡിമാൻഡാണ്. മഞ്ഞയും പച്ചയും പണ്ട് തൊട്ടേ കുവേര സാരിയൊക്കെ ഇറങ്ങുമ്പോഴെല്ലാം ഭയങ്കര ഡിമാൻഡല്ലേ. ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു ബുട്ടായുണ്ട്. ഇത് 3 പ്രൈസിൽ വന്നു കേട്ടോ. ഇപ്പോഴത്തെ പ്രൈസ് സ്ക്രീനെ കാണിക്കും. 950. എത്രയായിരുന്നു ഇതിൻ്റെ വില? ആണോ? എന്നാൽ കാണിച്ചാൽ മതി. ഇതേ സാരി, ഇത് മുന്താണി, ഇത് ബ്ലൗസ്, ഇത് ഗ്രീൻ വിത്ത് ബുട്ട വിത്ത് ബോർഡർ. ഇതാണ് സാരി. ബ്ലൗസ്, ബോർഡർ, മുന്താണി, ബോഡി. ഇനി ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ കണ്ട ഒരു പ്രതിഭാസം ഞാൻ പറയാം. സാരി വന്നു കഴിയുമ്പോൾ ബുക്ക് ചെയ്ത് സാരി വരാത്തപ്പം സാരി മഞ്ഞ സാരി മഞ്ഞയും പച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും.
വന്നു കഴിയുമ്പം ഇതിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്താൽ ബുക്ക് ചെയ്യത്തില്ല. ഏറ്റവും അവസാനം തീർന്നു കഴിയുമ്പോൾ അയ്യോ 10 എന്ന് പറയും. 30 എണ്ണം കൂടിയേ ഉള്ളൂ. വെറുതെ പറഞ്ഞല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ എന്നാന്നറിയോ, കാരണം നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എടുത്തത്. ഞാൻ വേണ്ട ഇനിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്തതാണ്. എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ, അത് മറന്നുപോയി. എന്നാണോ ഇതിപ്പോഴും ഉള്ളതാണ്. ഇനി നമ്മുടെ ഡിസൈനർ സാരി കാണിക്കാം. സാരിയുടെ പടമുണ്ടോ? പടം സാരി കാണിക്കുന്നതിന് മുന്നേ സാരിയുടെ ബ്ലൗസ് കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഇതടുത്ത് കാണണം കേട്ടോ. ബ്ലൗസിൻ്റെ പടം കാണിക്കുന്നുണ്ട്. സാരി ഉടുത്ത് ബ്ലൗസും കൂടെ ഉള്ള പടം. അടിപൊളി ബ്ലൗസാണ്. അത്രയും അടുപ്പിച്ചാൽ ക്ലിയർ ആവുമോ? ബ്ലൗസ് കണ്ടോ? കയ്യിലെ ഒരു ആ ഡിസൈൻസ് കണ്ടോ? വർക്ക് കയ്യിൽ, ബ്ലൗസിൻ്റെ കയ്യിൽ ഇത്രയും വർക്കൊക്കെ കൊടുത്ത് നമ്മളിപ്പം ബ്രൈഡ്സിനോ അല്ലെങ്കിൽ സാരി ഡിസൈൻ ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ 1000-ും 10,000-ും കൊടുക്കുന്നത്. എത്ര ദിവസങ്ങളിരുന്നാണ് അത്രയും ഡിസൈൻ ചെയ്യുന്നത്. ഇതിപ്പം മെഷീൻ വർക്കാണെന്ന് തോന്നുന്നു. മെഷീൻ വർക്കാണെങ്കിലും കൊടുക്കണം. ഈ എംബ്രോയ്ഡറി വർക്കാണെങ്കിലും ഇത് ഇത്രയും ചെയ്തെടുക്കണമെങ്കിൽ വളരെ ഭംഗിയായതുണ്ട് ബ്ലൗസ്. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാതെ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. ലൈനിങ് ഇട്ട് അതും കൂടെ അങ്ങ് വന്നു കഴിയുമ്പോൾ നല്ല ഡിസൈനർ ബ്ലൗസിൻ്റെ ഈ കളറല്ലല്ലോ നമ്മളിതിടുന്നത്, ലൈനിങ് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ. ഉണ്ട്, ഇത് മതി. ഇതാണ് ഡിസൈൻ. ഈ കളറല്ല നമ്മൾ അടിയിൽ ലൈനിങ് ആയിട്ട് ഇടുന്നത്. എന്നാലും ആ ഡിസൈൻ അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഇഷ്ടമുള്ള ലൈനിങ് ഇടാം. നിങ്ങൾക്ക് ഈ ഒരു സാരിക്കെന്നല്ല, നിങ്ങൾക്ക് പല സാധനങ്ങൾക്കും ഈവൻ കേരള സാരിക്ക് പോലും ഡിസൈനർ ബ്ലൗസായിട്ട് ഇടാം. എന്നാ ഇതോ കഥകളിയാടി. സാരിയെ കാണിക്കണ്ടേ? ബ്ലൗസ് മാത്രം കണ്ടാൽ പോരല്ലോ. കണ്ടോ? പ്ലെയിൻ സാരി വിത്ത് ഇങ്ങനത്തെ വർക്ക്. അടിപൊളിയല്ലേ? ഇതിപ്പം സീക്വൻസ് വർക്കോ അങ്ങനത്തെ സ്റ്റോൺ വർക്കോ ഒന്നുമല്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തൊടുമ്പോൾ ഒരു സ്റ്റോണെ തൊടുന്ന പോലെ, പക്ഷേ അത് സ്റ്റോണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ഒരു ഡിസൈനാണ്. ഇങ്ങനെ വന്നിട്ട് സാരി ബോഡി ഫുള്ള് ഇങ്ങനെ ഇരിക്കും. ബ്ലൗസേൽ ഇത് കണ്ടോ, ആ ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇത് കൈക്ക് ഇങ്ങനെ വരും. അത് നമുക്ക് പിന്നെ പ്രിൻസസ് കട്ടൊക്കെ വെച്ച് ബാക്ക് ഓപ്പണൊക്കെ വെച്ച് അങ്ങനെയൊക്കെ തയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഏത് രീതിക്ക് വേണേലും തയ്ക്കാമല്ലേ? നമുക്ക് പല രീതിക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഒരു വ്യത്യസ്ത ഫങ്ഷൻ വെയറായിട്ട് ഇട്ടുകൊണ്ട് പോകാം. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. മുന്താണിയൊന്നുമില്ല, എല്ലാം ഇങ്ങനെ. മുന്താണിക്ക് മാത്രം ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകത ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഷിഫോൺ ടൈപ്പ്, ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് എന്ന് പറയാം അല്ലേ? ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ, ആ ടൈപ്പ് മെറ്റീരിയലാണ്. ബോഡി ഫുള്ള് ജോർജറ്റാ അല്ലേ? ജോർജറ്റ. ബോഡി ഫുള്ള് ഈ ഒരു വർക്കാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പർപ്പിൾ ഷെയ്ഡാണ്. ബോർഡറുണ്ട് താഴെ. എവിടെയാ? മേളിലേ ഉള്ളൂ, താഴെ ഉള്ളൂ മേളി ബോർഡറിൽ. ഇത് ഫുള്ള് ഈ ഒരു ഉണ്ടോ, നല്ല ബോർഡർ. എനിക്കിതിൻ്റെ ഭംഗി എത്രയാണെന്ന് വിശദീകരിച്ച് തരാൻ അറിയത്തില്ലാത്ത രീതിക്ക് ഭംഗിയുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല രസം, ഒരു വെറൈറ്റി. നമുക്ക് ഇത്രയൊന്നും ഓർത്താൽ നമ്മൾ ബ്ലൗസ് ഡിസൈൻ ചെയ്തൊക്കെ എടുക്കുമ്പം, ഇപ്പം നമ്മളൊരു ബ്ലൗസിൻ്റെ ബിറ്റൊക്കെ എടുത്ത് നമ്മുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പം എത്രയോ മുടക്കാകും എന്ന് ചിന്തിച്ചാൽ മതി. അടുത്ത ബ്ലൗസ്. ഇതിൻ്റെ എന്ത് ചെയ്യാം പടം? ബ്ലാക്ക് ഇപ്പം കണ്ടാണല്ലോ. ഞാൻ ആദ്യം കാണട്ടെ. ഇതാ ബ്ലൗസേ, കണ്ടോ? ഒരു ആ ഒരു കളറെ കൂടെ പീച്ചും ബ്ലാക്കും ഒക്കെ പോയിരിക്കുന്നത്. ഇത് വരും സംഭവം. ബ്ലാക്കാണ് സാരി. ബ്ലാക്കും ഒരു ക്രീമിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ബ്ലൗസും. ഇതിൻ്റെ ബ്ലൗസ് വേറെയാണോ? അല്ല, ഈ പീച്ച് തന്നെയാണ്. പീച്ചും മഞ്ഞയൊക്കെ അല്ലേ? ആണോ? ബ്ലൗസിന് ഇച്ചിരി അതെന്നാന്നറിയോ, ലൈനിങ് ഇട്ട് തയ്ച്ചിട്ടാണ് അത് തോന്നുന്നത്. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാതല്ലേ നമ്മൾ കാണുന്നത്. ക്രീം കളർ ലൈനിങ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. നല്ല പ്യുവർ ക്രീം കളർ ലൈൻ. കണ്ടോ? സാരി ഇങ്ങനെ വരും. ബ്ലൗസ് അതേ ഇങ്ങനെ. ഭയങ്കര നല്ലൊരു ലുക്ക്.
ഉപയോഗിക്കാനോ കൊണ്ടു നടക്കാനോ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും ഒരു പാടുമില്ല. ഈസിയാണ്. ബ്ലൗസ് നല്ല വൃത്തിക്ക് തയ്പ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബായ്ക്ക് ഓപ്പണോ? എനിക്കതും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ഇപ്പം മുമ്പേ കാണിച്ചതിൻ്റെ ബ്ലൗസ് ഇത് തന്നെയായിരുന്നോ? അല്ല, ഇത് കണ്ടോ, ഇത് ഡിസൈനിലുള്ള വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ബാറ്ററി ലോ എന്നെ എടുത്തോണ്ടിരിക്കുമായിരുന്നു. ഇതാണ് അടുത്ത ബ്ലൗസ്. ഇത് ഡാർക്ക് മെറൂണ്. പിന്നില്ലേ ഞാൻ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ബ്ലൗസ് ഞാൻ എന്നേലും പറയാൻ വരും, എന്നിട്ട് അവിടെ നിന്ന് ഗോഷ്ടി തുടങ്ങും. അന്നപ്പോഴത്തേനും ഞാൻ പറയാൻ വന്നു, ഞാൻ മറക്കുമോ? കുറേ ഗോഷ്ടിക്കാരും ഉണ്ട്. എന്നാ വിളിച്ച് പറയുമോ? അതുമില്ല. എന്നാന്ന് പറയട്ടെ, പറയാൻ വന്നത് ഈ ബ്ലൗസിൻ്റെ കൈയില്ലേ, കൈ നല്ല പെർഫെക്റ്റായിട്ട് ഒരു ചുളുക്കോ ഇല്ലാതെ തയ്പ്പിക്കണം. അങ്ങനെ തയ്പ്പിച്ചാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളിടവും പെർഫെക്റ്റ് ആകണ്ടെന്നല്ല, ബ്ലൗസിൻ്റെ കൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഒരു ചുളുക്കം പോലും വരാതെ നല്ല പിടിച്ചിരിക്കുന്ന, അതുകൂട്ട് നല്ല കൂടിയ ലൈനിങ് എടുത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം നല്ലതായിട്ട് ഇരിക്കും. ഡാർക്ക് മെറൂണും ഇതൊക്കെ വളരെ റെയറായിട്ട് എപ്പോഴും കിട്ടുകയില്ലാത്ത ഡിസൈൻസും കാര്യങ്ങളുമാണ്. ശരിക്കും ഞാൻ പറയാം, എപ്പോഴും നമുക്കങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഡിസൈനും കാര്യവും അല്ല ഇത്. അപ്പോൾ എന്നെ എടുക്കണം, കിട്ടുമ്പോൾ വാങ്ങിച്ചോണം. അടുത്തത് ഇതാണ് ബ്ലൗസിൽ ഇത് രണ്ടും കൂടെ വരും. കണ്ടോ, ഇങ്ങനെ വരും. ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ബ്ലൗസും, അങ്ങനെ ബ്ലൗസ് അതും വേറൊരു ഡിസൈൻ. ബോട്ടിൽ ഗ്രീൻ തനി ബോട്ടിൽ ഗ്രീൻ അല്ല, ബോട്ടിൽ ഗ്രീൻ്റെ അല്ലെങ്കിൽ ടീൽ ബ്ലൂ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണേ. ഞാൻ ഈ ശനിയാഴ്ച വിഷു സ്പെഷ്യൽ അല്ലെങ്കിൽ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ കാണിക്കുന്നുണ്ടെന്നോർത്ത് വേറെ ദിവസങ്ങളിൽ അത് കാണിക്കുകയില്ലെന്നല്ല കേട്ടോ, കാണിക്കുന്നുണ്ട്. അന്ന് അത് മാത്രം, വേറെ ദിവസങ്ങളിൽ വേറുള്ളതും കൂടി. നിങ്ങൾക്കൊരു കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഇഷ്ടപ്പെട്ട കളർ എടുക്കണം കേട്ടോ. ഇതിന് റീസ്റ്റോക്ക് 99% ഇല്ല. ഇത് അടുത്തത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ക്യാഷ് അടച്ചാൽ മാത്രമേ ബുക്ക് ചെയ്യുള്ളൂ കേട്ടോ. ക്യാഷ് അടയ്ക്കാതെ ബുക്ക് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഇതിപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണെങ്കിൽ പോലും പലരും അത് വന്ന് ചെന്നിട്ട് പിന്നെ പരാതിപ്പെടുക. എന്നാ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വാ കൊണ്ട് പറഞ്ഞ് എത്രയോ പ്രാവശ്യം ഞങ്ങൾക്കിത് പറ്റുമെന്നറിയാം. എടുത്തു വയ്ക്കും, പിന്നെ ആളെയും കാണാനില്ല. എന്നിട്ട് 2-4 സാരി എടുത്ത് വെച്ചിട്ട് പിന്നെ പറയും എനിക്ക് ഒരെണ്ണം മതി. ബാക്കി 3 സാരിയുടെ ഉടമസ്ഥൻ അപ്പോഴേക്കും ഇതിലേലും പോകും. അതുകൊണ്ട് എന്ത് കാരണത്താലാണെങ്കിലും എടുത്തു വയ്ക്കണമെങ്കിൽ അഡ്വാൻസ് എങ്കിലും പേയ്മെൻറ്റ് ഇടണം. നെറ്റ് കോട്ടയുടെ അടിപൊളി ഒരു സാരി. നിങ്ങൾക്ക് ഈസ്റ്ററിന് പോകാം, ഈസ്റ്ററിന് ചർച്ചിലും കാര്യങ്ങളും അല്ലെങ്കിൽ ഗാദറിങ്ങിനും ഒക്കെ പോകാൻ ഏറ്റവും അനുയോജ്യം. തനി അങ്ങനത്തെ അല്ല, പക്ഷെ വേറുള്ള ഫംഗ്ഷനുകൾക്കും നമുക്ക് ഉപയോഗിക്കാം. നെറ്റ് കോട്ടയുടെ ഭംഗി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം, നെറ്റ് കോട്ടയുടെ ഒരു എന്താ പറയുന്നത്, ആ ഒരു കുലീനത അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടോ അതിൻ്റെ കൂടെ കട്ട് വർക്കും കൂടെ എന്നാ സ്റ്റൈലാന്ന് നോക്ക്. ഇതൊക്കെ കൊടുത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു സ്റ്റൈൽ കിട്ടും. ബ്ലൗസ് സെയിം ആണ്, റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. അത് തന്നെ കയ്യേലും വെച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബേജ് കളറ് ആണ് ഈ ഒരു ഡിസൈനായിട്ട് പോകുന്നത്. അത് വെച്ചിട്ട് വേണമെങ്കിലും ഇടാം. നെറ്റ് കോട്ടയാണ്, ഒത്തിരി ഭംഗിയാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഞാൻ പറയുന്നത് കേട്ടോ, ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയും പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞ് വാങ്ങിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കറിയാം ഇതൊക്കെ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകുന്ന സാധനങ്ങളാണ്. നെറ്റ് കോട്ടയൊക്കെ ആർക്കാണ് വേണ്ടാത്തത്? നേരെ കാണുമ്പോൾ കല്യാണത്തിനൊക്കെ നല്ല ഒന്നാന്തരം ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാം. എന്നിട്ട് ചേരുന്ന നല്ല വെളുമാലയൊക്കെ ഇട്ടാൽ മതി, അടിപൊളിയാണ്. ഇതാണ് സാരി. വേറെ ഒന്നും ഇത് കണ്ടോ വിശദമായിട്ട്? ഇത്രേ ഉള്ളൂ കാണിക്കാൻ, അതിനകത്ത് കൂടുതൽ കാണിക്കാനില്ല. മുന്താണി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചില്ല. ബ്ലൗസും സെയിം ആണ്. ഇത് നമ്മുടെ ആർട്ട് സിൽക്കി വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഈസ്റ്റർ അല്ലെങ്കിൽ വിഷു സ്പെഷ്യലായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേരള സാരി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല. കേരള സാരി ഞാൻ കാണിക്കുന്നുണ്ട്, കേരള സാരി അല്ല ഇത്, അങ്ങനെ അല്ലാത്ത സാരി അവിടെ കൊണ്ട് ഇത് അടിച്ചേക്കുന്നുണ്ട്. ഇതുണ്ടോ, ആർട്ട് സിൽക്ക്, നല്ല സ്റ്റഫ് ഉണ്ടോ. ആ സിൽക്കിൻ്റെ ആ സ്റ്റഫും ആ ഒരു ബോർഡർ നിറച്ച് നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി വർക്ക് എല്ലാം ചെയ്തുള്ള ബോർഡർ. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷുവിനോ, പിന്നെ വിഷുവിനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഒരു നല്ല ഡാർക്ക് കളറുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനെ, മുന്താണി പ്രത്യേകിച്ച് ഒന്നുമില്ല. മുന്താണിയിലും ആ എംബ്രോയ്ഡറി തന്നെ, താഴത്തെ ബോർഡറിനും ആ എംബ്രോയ്ഡറി തന്നെ, ഫുള്ളും അങ്ങനെ തന്നെ.
ഒരു പറഞ്ഞിട്ട് ആ ഒരു കളറുള്ള ബ്ലൗസും കൂടെ, വേറെ ഡാർക്ക് കളറുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ വിഷുവിന് നല്ലൊരു അടിപൊളി ഗെറ്റപ്പ് ആവും. അതല്ല നമുക്ക് അല്ലാതെ ഇപ്പം ഈസ്റ്ററിനാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം. ഞാനിങ്ങനെ ഓരോ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ സാധനങ്ങൾ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ പറയുന്നില്ല, എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ലൊരു രസമല്ലേ. ഫോട്ടോ അയച്ചു തരണം കേട്ടോ. ഒറ്റ ഫോട്ടോ അയച്ചെങ്കിൽ ഒരിടയ്ക്ക് എപ്പോഴും ഫോട്ടോ വരുമായിരുന്നു. ഇപ്പോൾ ഫോട്ടോ കുറച്ച് ദിവസം ഞാൻ ചോദിക്കാത്തതുകൊണ്ടായിരിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ ഞാൻ ചോദിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ കസർത്ത് ഇവിടെ തീർന്നു. ഇവർ കിടന്ന് ബഹളം വയ്ക്കുക. എന്നറിയോ, ഫോണിന് ബാറ്ററി ഇല്ല അത്രയും, കുത്തിയിടാൻ പോലും ഇവിടെ ഓരോരുത്തർക്ക് നേരമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ, അടിപൊളി സാരികളും ഇസബെല്ലയുടെ ഓൺ കുർത്തീസും എല്ലാം അണ്ടർ കൺസ്ട്രക്ഷനില്ല, സാരികളല്ല, ഓൺ കുർത്തീസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാം കാണിക്കാം കേട്ടോ. എല്ലാവരും വീഡിയോ കാണണേ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിയിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കുന്ന ആദ്യത്തെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു ബെല്ലൈക്കൺ, രണ്ടെണ്ണത്തിൽ രണ്ട് പ്രസ് കൊടുത്താൽ മതി. പിന്നെ എന്നും കൃത്യമായിട്ട് വീഡിയോ കിട്ടും. അപ്പോൾ ഈ പഴയ വീഡിയോകൾ നിങ്ങൾക്ക് കയറി വരത്തില്ല. പുതിയ വീഡിയോസ് വരും. പഴയ വീഡിയോസ് ഇരുന്ന് എൻ്റെ ദൈവമേ, കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഓരോ അമ്മമാരൊക്കെയാണ് കേട്ടോ. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല, എന്നിട്ട് വിളിക്കും. ആ വീഡിയോയുടെ നമുക്ക് തന്നെ മനസ്സിലാക്കില്ല ഈ സാരി ഏതാന്ന്. പിന്നെ നോക്കുമ്പോൾ തന്നെ അന്ന് മുന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അമ്മമാരും ചേച്ചിമാരും ഒക്കെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബിന് വേണ്ടി പറയുന്നത് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പുതിയ വീഡിയോസ് കിട്ടാൻ, അല്ലെങ്കിൽ ഇസബെല്ലയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഓൺലൈൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അത് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഈ നമ്പർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അപ്ഡേഷൻസ് വേഗം കിട്ടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.